പ്രമേഹം ഏത് തരമാണ്? ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എന്ന് തിരിച്ചറിയാൻ എന്താണ് ചെയ്യേണ്ടത്? രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനൊപ്പം ഇൻസുലിന്റെ അളവ് കൂടെ നോക്കിയാൽ മതി. ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നവരാണെങ്കിൽ സി പെപ്റ്റൈഡ് എന്ന ടെസ്റ്റും കൂടി ചെയ്യണം. ഇൻസുലിന്റെയും സി പെപ്റ്റൈഡിന്റെയും അളവ് നോർമലോ കൂടുതലോ ആണെങ്കിൽ ടൈപ്പ് 2 പ്രമേഹമാണ്. ടൈപ്പ് 2 പ്രമേഹത്തിൽ രക്തത്തിലെ ഗ്ലൂക്കോസ് കൂടുന്നത് മാത്രമല്ല, രക്തത്തിലെ ഇൻസുലിന്റെ അളവ് കൂടുന്നതും ശരീരകോശങ്ങളെ പ്രതികൂലമായി ബാധിക്കും. കോശങ്ങൾക്കുള്ളിൽ, പ്രത്യേകിച്ച് കരൾ കോശങ്ങൾക്കുള്ളിൽ കൊഴുപ്പടിഞ്ഞ് ഫാറ്റി ലിവറും രക്തക്കുഴലുകൾക്കുള്ളിൽ കൊഴുപ്പടിഞ്ഞ് ബ്ലോക്കുകളും ഉണ്ടാകാൻ പ്രധാന കാരണം ഹൈപ്പർ ഇൻസുലിനീമിയ അഥവാ രക്തത്തിലെ ഇൻസുലിന്റെ അളവ് കൂടുന്നതാണ് കാരണം. ഇൻസുലിന്റെ അളവ് കൂടുന്നത് പ്രഷർ കൂടാനും കാരണമാകും. അതായത് ടൈപ്പ് 2 പ്രമേഹ രോഗികളിൽ ഗ്ലൂക്കോസ് നോർമൽ ആക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഇൻസുലിന്റെ അളവ് നോർമൽ ആക്കുന്നത്. ശാസ്ത്രീയമായ അറിവോടെ ജീവിതശൈലി ക്രമീകരിക്കാൻ തയ്യാറായാൽ ഹൈപ്പർ ഇൻസുലിനീമിയയും ഹൈപ്പർ ഗ്ലൈസീമിയയും ഒന്നിച്ച് തന്നെ നോർമൽ ആക്കാനാവും. അതായത് ടൈപ്പ് 2 പ്രമേഹത്തിൽ ഇൻസുലിന്റെ പ്രവർത്തനക്ഷമത കൂട്ടി ഷുഗർ നിയന്ത്രിക്കാനും പ്രമേഹം രക്തക്കുഴലുകളെയും ഞരമ്പുകളെയും അവയവങ്ങളെയും ഒക്കെ നശിപ്പിക്കുന്നത് തടയാനും ജീവിതശൈലി ക്രമീകരണത്തിലൂടെ കഴിയും. ഓർമ്മിക്കുക, ടൈപ്പ് 2 പ്രമേഹം ഒരു ജീവിതശൈലി രോഗമാണ്. അതിൽ ഇൻസുലിന്റെ കുറവില്ല. മരുന്നിന്റെ കുറവ് കൊണ്ടല്ല ഈ രോഗം ഉണ്ടാകുന്നത്. മൂലകാരണമായ ജീവിതശൈലിയാണ് കറക്റ്റ് ചെയ്യേണ്ടത്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.